ഹലോ എവ്രി വൺ. നമ്മൾ സെക്ഷൻ 3.1 കണ്ടിന്യൂറ്റി ആൻഡ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മെയിനായിട്ട് 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, 3 ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ, ഇഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഹാസ് ഓപ്പോസിറ്റ് സൈൻസ് അറ്റ് ദി എൻഡ് പോയിൻറ്റ്സ് ദെൻ ഇറ്റ് മസ്റ്റ് ബി 0 അറ്റ് സം ഇൻറ്റീരിയർ പോയിൻറ്റ്. അതായത് ഇപ്പോൾ നമുക്കൊരു ക്ലോസ്ഡ് ഇൻ്റർവെൽ AB തന്നിട്ടുണ്ടെന്ന് കരുതുക. ഇതിൽ എയിലും ബിയിലും എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഓപ്പോസിറ്റ് സൈൻസ് ആണ് വാല്യൂ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു വാല്യൂ ഉണ്ടാവും x0 സച്ച് ദാറ്റ് അതിൽ നമുക്ക് എഫ് ഓഫ് x0 എന്ന് പറയുന്നത് 0 ആയിരിക്കുന്നത് അല്ലേ. അപ്പം എയിലും ബിയിലും ഈ ഫംഗ്ഷൻ്റെ അതായത് എൻ പോയിൻറ്റ്സിൽ ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ എൻ പോയിൻറ്റ്സിൽ ഇത് ഓപ്പോസിറ്റ് സൈനാണ് ഈ ഫംഗ്ഷൻ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഈ ഇൻ്റർവെലിൻ്റെ അകത്ത് എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ 0 ആകുന്നുള്ളൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പഠിച്ചത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ഫസ്റ്റ് വേർഷൻ ആയിരുന്നു. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബി ആൻഡ് സപ്പോസ് ദാറ്റ് ഫോർ സം നമ്പർ സി f of a less than c less than f of b or f of a greater than c greater than f of b, then there is some point x0 in ab such that f of x0 is equal to c. അതായത് ക്ലോസ്ഡ് എ ബി എന്ന് പറഞ്ഞൊരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. സോ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ആൻഡ് എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിൽ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിനകത്ത് x0 എന്ന് പറഞ്ഞൊരു വാല്യൂ കാണാൻ കഴിയും സച്ച് ദാറ്റ് എഫ് ഓഫ് x0 ഇസ് ഈക്വൽ ടു സി. സോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അതാണ് പറയുന്നത്. എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെ ഇടയിൽ ഇങ്ങനെ ഏതൊരു വാല്യൂ സി ഞാൻ കണ്ടാലും സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ ബിക്കകത്ത് എൻ്റെയും ബിൻ്റെയും ഇടയിൽ എനിക്ക് x0 എന്ന് പറഞ്ഞൊരു വാല്യൂ കാണാൻ കഴിയും, അല്ലെങ്കിൽ സം വാല്യൂ കാണാൻ കഴിയും സച്ച് ദാറ്റ് എഫ് ഓഫ് x0 ഇസ് ഈക്വൽ ടു സി. സോ ഇതായിരുന്നു ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ഫസ്റ്റ് വേർഷൻ. ഇനി പഠിച്ചത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ സെക്കൻഡ് വേർഷൻ ആയിരുന്നു. ഇതിൽ പറയുന്നത് എന്താ, എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഓൺ ക്ലോസ്ഡ് എ ബി. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ഫോർ ഓൾ എക്സ് ഇൻ എ ബി. എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെലിനകത്ത് ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് ഒരിക്കലും സിനോട് ഈക്വൽ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കൂടി തന്നിട്ടുണ്ട്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് വിച്ച് നെവർ ടേക്സ് ദ വാല്യൂ സി. അപ്പം അങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ എഫ് ഓഫ് എ, ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ 2 എൻ പോയിൻറ്റ്സിൻ്റെ കാര്യമാണ് പറയാൻ പോണേ. എഫ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ സി ആണെങ്കിൽ എന്തായാലും എഫ് ഓഫ് ബിയും ലെസ് ദാൻ സി ആയിരിക്കും. അതേപോലെ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എഫ് ഓഫ് ബിയും ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. ഈ ഒരു 3 റിസൾട്ട്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. 2 എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ തേർഡ് എക്സാമ്പിൾ നോക്കാം. ലെറ്റ് ജി ഓഫ് എക്സ് ബി എ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇത്തരത്തിലൊരു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് x0 ഇസ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് നമ്മളോട് കാണിക്കാനാണ് പറഞ്ഞത്, ആൻഡ് സ്കെച്ച് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. x0 ഇസ് ഈക്വൽ ടു 0യിൽ ഇത് കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് നമുക്ക് ഗ്രാഫ് നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റൂലേ. സോ ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് നോക്കാം. എക്സ് കോർഡിനേറ്റ് ഉണ്ട്, ഇവിടെ വൈ കോർഡിനേറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഫംഗ്ഷൻ വരുന്നത് എന്താ വരുന്നത്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പം 0 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0യിലും 0 തന്നെയല്ലേ വാല്യൂ വരിക. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പം 0 തന്നെയാണ് ഇമേജ് വരുന്നത്. സോ ഈ ഒറിജിൻ പോയിൻ്റ് ഒരു ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ആണെന്നുള്ള പറയാം. അതേപോലെ എക്സ് ഇപ്പോൾ -1 ആണെന്നുണ്ടെങ്കിലോ -1ലും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 തന്നെയാണ് വരുന്നത്. കാരണം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ 0 ആണ് ഫംഗ്ഷൻ വാല്യൂ വരുന്നത്. -1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്. സോ അവിടെയും 0 തന്നെ വരുള്ളൂ. അതേപോലെ -2 എടുത്താൽ അവിടെയും 0 വരുള്ളൂ. -0.5 എടുത്താൽ അവിടെയും 0 തന്നെ വരുള്ളൂ. അപ്പോൾ ഈ ആക്ച്വലി ഈ ഒരു ലൈന് കംപ്ലീറ്റ് അല്ലേ ഇതിൻ്റെ ഇമേജ് വരിക. ഇനി അങ്ങോട്ട് താഴേക്ക് ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ 0 തന്നെയാണ് ഇമേജ് വരുന്നത്. അപ്പം ഈ ഒരു ലൈന് കംപ്ലീറ്റ് ഇതിൻ്റെ ഇമേജ് ആയിട്ട് വരും, ഇൻക്ലൂഡിങ് 0 എന്ന് പറഞ്ഞ ഒറിജിൻ പോയിന്റ്. ഓക്കെ, ഇനി പോസിറ്റീവ് വാല്യൂ എടുക്കുമ്പോഴുള്ള കേസ് എന്താ, ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 എടുത്തു കഴിഞ്ഞാൽ ഇമേജ് 1 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇമേജ് 1 കിട്ടും. 1 എന്ന് പറഞ്ഞ പോയിന്റ് അപ്പോൾ വരും. അതേപോലെ എക്സ് ഇസ് ഈക്വൽ ടു 2 ആകുമ്പോഴോ അതും ഗ്രേറ്റർ ദാൻ 0 ആണ്, അപ്പോഴും ഇമേജ് 1 തന്നെ വരുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് വരും. എക്സ് ഇസ് ഈക്വൽ ടു 3 ആകുമ്പോഴും ഈ ഒരു പോയിന്റ് വരും. ഇതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇത് എവിടെ വരിക പോകുക, ഈ ഒരു പോയിന്റ് 0 എന്ന് പറഞ്ഞതിൻ്റെ ഇമേജ് എന്തായാലും ഇവിടെ തന്നെയാണ് വരുന്നത്, അത് 0 തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ വോയിഡ് ആയിരിക്കും.
പക്ഷേ സീറോയ്ക്ക് തൊട്ടിപ്പുറത്ത് ഇപ്പോൾ ഒരു 0.0001 ഞാൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇമേജ് എന്തേ വരുള്ളൂ, 1 വരുള്ളൂ. കാരണം അതൊക്കെ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടാണ് വരിക. സോ ഇവിടെ 0ൻ്റെ ഇമേജിന് ഒഴികെ ബാക്കി അങ്ങോട്ടുള്ളത് മുഴുവൻ ഇതായിരിക്കും ഫംഗ്ഷൻ വാല്യൂ വരിക. ഇപ്പോൾ നോക്കിയേ, x0 = 0 കണ്ടിന്യൂസ് ആവുമോ? നമുക്ക് ആദ്യം ലിമിറ്റ് ചെക്ക് ചെയ്യാം. ആസ് എക്സ് അപ്രോച്ചസ് 0 ഫ്രം ദ റൈറ്റ് സൈഡ്, അതായത് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പം എക്സ് 0യിലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടാണ് വരുന്നത്? ഫംഗ്ഷൻ്റെ വാല്യൂ 1നെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 1 ആണെന്ന് കിട്ടി. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0യിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്യുമ്പം ഫംഗ്ഷൻ്റെ വാല്യൂ എന്തുതന്നെയാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ 0 തന്നെയാണ് വരുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0 വന്നു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 വന്നു. അപ്പോൾ തന്നെ നമുക്ക് ലിമിറ്റ്സ് ഈക്വൽ അല്ല എന്നുള്ളത് കിട്ടി. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് ഡയറക്റ്റ് പറയാം. ഇനി ഇവിടെ f(0) എന്താ വരിക? f(0) എന്ന് പറയുന്നത് 0 തന്നെയാണ് വരിക അല്ലേ. കാരണം x <= 0 കണ്ടീഷൻ ഇവിടെയാണ് വരുന്നത്. സോ x = 0 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഇവിടെ എടുക്കുക. അപ്പോൾ x = 0 ആകുമ്പം 0 തന്നെയാണ്. അപ്പോൾ ആക്ച്വലി f(0) എന്ന് പറയുന്നത് 0 ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 0 ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റും 0 ആയിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. പക്ഷേ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് 1 എന്നാണ് കിട്ടിയത്. ഇത് മൂന്നും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. സോ സ്കെച്ച് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആൻസർ നോക്കാം. ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക, നമ്മളിപ്പോൾ വരച്ച പോലെ. സോ ഈ ഒരു ഭാഗത്ത് <0 ആകുമ്പം ഈ ഒരു കംപ്ലീറ്റ് പോർഷനാണ് വരിക ഗ്രാഫ്. ആൻഡ് =0 ആകുമ്പോഴും 0 തന്നെയാണ് ഇമേജ് വരുന്നത്. സോ ഈ പോയിന്റ് ഇവിടെ ഡാർക്കൻ ചെയ്തത് അതിനാണ്. ഈ പോയിന്റ് ഇവിടെ വോയിഡായിട്ട് കീപ്പ് ചെയ്തതും അതിനാണ്. കാരണം ഈ ഒരു പോയിന്റിനൊഴികെ അതിൻ്റെ 0ൻ്റെ തൊട്ടിപ്പുറത്തെ വാല്യൂ തൊട്ട് ഇമേജ് 1 ആണ് വരുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ദ ലോസ് ഓഫ് ലിമിറ്റ്സ് ഷോ ദാറ്റ് if f and g are continuous at x0, so is fg. അപ്പോൾ നമ്മളോട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് തന്നിട്ടുള്ളത് എഫും ജിയും കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണെന്നാണ്. ലിമിറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമ്മളോട് കാണിക്കാൻ പറഞ്ഞത് എഫ് ജിയും കണ്ടിന്യൂസ് ആണെന്നാണ്. അപ്പോൾ എഫും ജിയും x0 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വലുമാണ്. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ആ എക്സിസ്റ്റ് ചെയ്യുന്ന ലിമിറ്റ് ആരോട് ഈക്വൽ ആയിരിക്കണം? f(x0)നോട് ഈക്വൽ ആയിരിക്കണം. x0 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു x0 f(x) എന്ന് പറയുന്നത് f(x0)നോട് ഈക്വൽ ആവണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമുക്ക് എഫ് ജി ഇതേമാതിരി കണ്ടിന്യൂസ് ആണെന്നുള്ളത് കാണിക്കണം. അതായത് ലിമിറ്റ് x ടെൻസ് ടു x0 fg(x) എന്ന് പറയുന്നത് fg(x0) എന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പോഴല്ലേ ഇത് കണ്ടിന്യൂസ് ആവാം. ഇതേപോലെ തന്നെ നമുക്ക് എഫ് ജിനെ എഴുതാൻ പറ്റിയാലാണ് എഫ് ജി കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക. സോ ഇതാണ് നമുക്ക് കാണിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അതെങ്ങനെ കാണിക്കുക എന്നുള്ളത് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് LHS സ്റ്റാർട്ട് ചെയ്തു. ലിമിറ്റ് x ടെൻസ് ടു x0 fg(x) എടുത്തു. ഇതിനെ നമുക്ക് ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. f ഇൻറ്റു g(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(x) ഇൻറ്റു g(x) എന്ന് എഴുതിക്കൂടെ. സോ അത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പ്രോഡക്റ്റിൻ്റെ ലിമിറ്റിനെ ആക്ച്വലി നമുക്ക് ലിമിറ്റ് ഓഫ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും അല്ലേ. ലിമിറ്റ് ഓഫ് പ്രോഡക്ട്സിനെ പ്രോഡക്റ്റ് ഓഫ് ലിമിറ്റ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് ഓഫ് എ പ്രോഡക്റ്റ് എഫ് ജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലിമിറ്റ് ഓഫ് f(x) ഇൻറ്റു ലിമിറ്റ് ഓഫ് g(x) എന്ന് പറഞ്ഞിട്ട് എഴുതാമെന്നുള്ളത് നമ്മൾ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ലിമിറ്റ് x ടെൻസ് ടു x0 f(x) ഇൻറ്റു g(x)നെ ലിമിറ്റ് x ടെൻസ് ടു x0 f(x) ഇൻറ്റു ലിമിറ്റ് x ടെൻസ് ടു x0 g(x) എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. നമ്മളൊക്കെ ഓൾറെഡി തന്നിട്ടുള്ളത് എഫും ജിയും കണ്ടിന്യൂസ് അറ്റ് x0 എന്നാണ്. സോ ലിമിറ്റ് x ടെൻസ് ടു x0 f(x) എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടിന്യൂറ്റി പ്രകാരം f(x0) ആയി മാറും അല്ലേ. സോ ഈ ഒരു ടേമിന് പകരം f(x0) എന്ന് എഴുതാം. അതേപോലെ ജിയും കണ്ടിന്യൂസ് അറ്റ് x0 ആണ് തന്നിട്ടുണ്ട്. സോ ഈ ലിമിറ്റിംഗ് വാല്യൂന് നമുക്ക് എന്തെഴുതാം? g(x0) എന്ന് എഴുതാം. സോ ഇത് f(x0) ഇൻറ്റു g(x0) ആയി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? fg(x0) എന്ന് പറഞ്ഞിട്ടും എഴുതാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? ലിമിറ്റ് x ടെൻസ് ടു x0 fg(x) എന്ന് പറയുന്നത് fg(x0) ആണെന്ന് കാണിച്ചു. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എഫ് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ x0 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് കാണിക്കാനുണ്ടായിരുന്നത്. ഇനി
ഈ ഒരു പ്രോപ്പർട്ടി ഇവരിവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതായിരുന്നു. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും ആ പോയിന്റിലുള്ളത് നമുക്കറിയാം അല്ലേ. കണ്ടിന്യൂസ് ആണെങ്കിലേ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x square by x cube minus 2 is continuous at x naught is equal to 1. Where else is it continuous? അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. മേലെയും പോളിനോമിയലാണ്, താഴെയും പോളിനോമിയലാണ്. പോളിനോമിയൽസിൻ്റെ കോഷ്യൻറ്റ് സച്ച് ദാറ്റ് ഡിനോമിനേറ്റർ ഇസ് നോൺ സീറോ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. റാഷണൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതാവുന്ന പോയിന്റ് എവിടെയാണ്? ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റിൽ മാത്രമാണ്. ഇവിടെ ഡിനോമിനേറ്റർ 0 ആവുന്നത് എപ്പോഴാണ്? എക്സ് ക്യൂബ് മൈനസ് 2 ഈക്വൽ ടു 0 ആവുമ്പോഴാണ് അല്ലേ. എക്സ് ക്യൂബ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം നമുക്ക് എന്ത് കിട്ടും? എക്സ് ക്യൂബ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 2 എക്സ് ക്യൂബ് റൂട്ട് ഓഫ് 2 ആവുമ്പോഴാണ് ഈ ഡിനോമിനേറ്റർ 0 ആവുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞൂടെ. അപ്പോൾ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 1ലും ഇത് കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 1ലെ കണ്ടിന്യൂറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വാല്യൂ കൊടുത്ത് നോക്കാം. ഇതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് ഒരു കുഴപ്പം വരില്ല. വാല്യൂ അവിടെ എന്താ വരുന്നത്? 3 × 1 - 2 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, വിച്ച് ഇസ് നോൺ സീറോ. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവുന്നില്ല. സോ നമുക്ക് ഡയറക്റ്റ് അവിടെ കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, റാഷണൽ ഫംഗ്ഷൻ്റെ കേസിൽ നമുക്ക് ഡിനോമിനേറ്റർ 0 ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രം മതി കണ്ടിന്യൂറ്റി അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആക്ച്വലി ഇവർ സോൾവ് ചെയ്തിട്ടുള്ളത്, ഇതിൽ ആക്ച്വലി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുത്ത് നോക്കിയാൽ മതിയാവും. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിലെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ടെക്സ്റ്റിലെ സൊല്യൂഷൻ ചെയ്തിട്ടുള്ളത്, നമുക്കറിയാം ഏതൊരു ഫംഗ്ഷൻ തന്നാലും അതിനെ കോമ്പസിഷൻ ഫംഗ്ഷൻസിൻ്റെ ടേംസിൽ എഴുതാൻ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ അകത്തുള്ള ഫംഗ്ഷനെ നമ്മൾ എന്തായിട്ട് എടുക്കും? അകത്തുള്ള ഫംഗ്ഷനെ g ഓഫ് എക്സ് ആയിട്ട് എടുക്കും, ആൻഡ് പുറത്തുള്ള ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കും അല്ലേ. അത്തരത്തിൽ നമുക്ക് ഇവിടെ എഫ് അല്ല, എഫ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അകത്തുള്ള ഫംഗ്ഷനെ സം g ഓഫ് എക്സ് എന്നും പുറത്തുള്ള ഫംഗ്ഷനെ ഞാൻ സം h ഓഫ് എക്സ് എന്നും വിളിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ g ഓഫ് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 എന്ന് എഴുതാം. ആൻഡ് ബാക്കി ഉണ്ടാവുക എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് g ഓഫ് എക്സ് എന്നുള്ള ഫോമില അപ്പം ഉണ്ടാവുക. അപ്പോൾ ഈ റൂട്ട് ഓഫ് എഫ് ഓഫ് g ഓഫ് എക്സിനെ നമുക്ക് റൂട്ട് ഓഫ് g ഓഫ് എക്സ് എന്ന് എഴുതാന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് റൂട്ട് യു എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എച്ച് ഓഫ് എക്സിനെ എച്ച് ഓഫ് യുവിനെ റൂട്ട് യു എന്നും എടുത്തു, ജി ഓഫ് എക്സിനെ എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 എന്ന് പറഞ്ഞിട്ടും എടുത്തു. ഓക്കെ, ഇനി നമുക്ക് വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 0ൽ ഇത് എന്താ വരിക എന്നുള്ളത് പറയുകയാണ്. സോ g ഓഫ് 0 എന്ന് പറയുന്നത്, ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ നമ്മൾ എച്ച് ഓഫ് g ഓഫ് എക്സ് എന്നാണ് എടുത്തത്. നമുക്ക് കാണാനുള്ള എഫ് ഓഫ് 0ൽ ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളതാണ്. നമുക്ക് ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ് അല്ലേ. അത് കണ്ടിന്യൂസ് ആവാത്തൊരു പോയിന്റ് പോലും ഇല്ല. അപ്പോൾ g ഓഫ് എക്സ് എന്തായാലും കണ്ടിന്യൂസ് ആണ്. ഇനി എച്ച് ഓഫ് എക്സിൻ്റെ കാര്യമാണ് നമുക്ക് അറിയാനുള്ളത്. സോ ഇവിടെ g ഓഫ് എക്സിൻ്റെ വാല്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നോക്കിയാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ടേം 0 ആവും, 2x ടേം 0 ആവും, പിന്നെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 g ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് g ഓഫ് 0 1 ആണ്, അത് ഗ്രേറ്റർ ദാൻ 0 ആണ്, പോസിറ്റീവ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആക്ച്വലി വരിക എച്ച് ഓഫ് 1 എന്ന് പറഞ്ഞ് വരും, അതായത് റൂട്ട് 1 എന്ന് വരും. 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട്, അതായത് എച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, റൂട്ട് ഓഫ് പോസിറ്റീവ് വാല്യൂ ആകുമ്പോഴേ അത് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. നെഗറ്റീവ് വാല്യൂ ഇവിടെ നമുക്ക് കോംപ്ലക്സ് ആ വരിക, അത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് റിയൽ ആക്സസിലേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആകുമ്പം റൂട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുമ്പോഴേ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ g ഓഫ് 0 നമുക്ക് 1 എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ റൂട്ട് 1 എന്ന് പറയുന്നത് 1 പോസിറ്റീവ് ആയതുകൊണ്ട് ഇതും ഡിഫൈൻഡ് ആണ്. സോ കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് ഡിഫറൻഷ്യബിൾ ആണ്, സോ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് പറയാൻ പറ്റും എന്നുള്ള പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഡയറക്റ്റ് ചെക്ക് ചെയ്തിട്ട് പറയാവുന്നതേ ഉള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് റൂട്ടാണ് കിട്ടുന്നത്. സോ അത് കണ്ടിന്യൂസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇൻ്റർമീഡിയറ്റ് വാല്യൂ ഫസ്റ്റ് വേർഷൻ ഇവിടെയാണ് വരുന്നത്. ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. Show that there is a number x0 such that x0 raised to 5 minus x0 is equal to 3. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം യൂസ് ചെയ്തിട്ട്, ഫസ്റ്റ് വേർഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകണം കേട്ടോ. സോ എഫ് ഓഫ് എക്സിനെ എടുത്തു, എക്സ് റേസ് ടു 5 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഫ് ഓഫ് 0നെ ഇവാലുവേറ്റ് ചെയ്തു,
ആൻഡ് എഫ് ഓഫ് ടുവിനെയും ഇവാലുവേറ്റ് ചെയ്തു. എഫ് ഓഫ് സീറോൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 0 - 0, അതായത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ 0 - 0 = 0 എന്ന് പറഞ്ഞ് കിട്ടും. ആൻഡ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2⁵ - 2 എന്ന് പറഞ്ഞ് കിട്ടും, അതായത് 30 എന്ന് പറഞ്ഞ് കിട്ടും. 32 - 2 എന്നുള്ള പോലെ വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നോക്കിയേ, ഇതിൻ്റെ വാല്യൂ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 30 ആണ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറി ആക്ച്വലി എന്താ പറയുന്നത്? എഫ് എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഓൺ ക്ലോസ്ഡ് എ ബി. ഇനി ഈ എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും ഇടയിൽ നമുക്കൊരു സി എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് എഫ് കണ്ടിന്യൂസ് ആകുമ്പോൾ കേട്ടോ, ഇതിൻ്റെ ഇടയിൽ സി എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു x0 ഉണ്ടാവും, സച്ച് ദാറ്റ് എഫ് ഓഫ് x0 = c. ഇതാണ് നമുക്ക് ഉള്ളത് അല്ലേ, ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഇവിടെ നമുക്ക് 2 പോയിന്റിൽ നമുക്ക് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എഫ് ഓഫ് 0 = 0 എന്ന് കണ്ടുപിടിച്ചു, എഫ് ഓഫ് 2 = 30 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അതായത് ഇപ്പം എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ ഇൻ്റർവെൽ 0, 30 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലാണ്. ആൻഡ് എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെൽ 0, 2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എ ബി ആയിട്ട് ഞാൻ 0, 2 ജസ്റ്റ് റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ടതാണ്. ആൻഡ് അതിൻ്റെ ഇടയിൽ 0, 30 എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് 0, 30 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ ഉണ്ട്. അപ്പോൾ 0-ൻ്റെയും 30-ൻ്റെ ഇടയിൽ ഏതൊരു സി ഞാൻ എടുത്താലും ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എനിക്ക് എന്ത് പറയാം, ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു x0 കാണാൻ പറ്റും, സച്ച് ദാറ്റ് എഫ് ഓഫ് x0 = c. അങ്ങനെയല്ലേ വരുന്നത്? അപ്പം ഇതിൻ്റെ ഇടയിൽ ഏത് സിക്കാണെങ്കിലും ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് x0 ഉണ്ടാവും. ഇത് കണ്ടിന്യൂസ് ആകുമ്പോൾ അല്ലേ, ഇത് കണ്ടിന്യൂസ് ആണോ? ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് x⁵ - x, അപ്പോൾ അത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. സോ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. ആൻഡ് എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ 0, 30 പറഞ്ഞ ഇൻ്റർവെൽ ഉണ്ട്. നമുക്ക് കാണിക്കാനുള്ളത് ദർ ഇസ് എ നമ്പർ x0 സച്ച് ദാറ്റ് x0⁵ - x0 = 3 എന്നാണ്. അതായത് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത് x⁵ - x ആയിട്ടാണ്. സോ ഇവിടെ ആക്ച്വലി x0⁵ - x0 എന്ന് പറയുന്നത് എഫ് ഓഫ് x0 അല്ലേ. അപ്പോൾ എഫ് ഓഫ് x0 = 3 ആയിട്ടുള്ള ഒരു x0 എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മളോട് കാണിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ 0, 30-ൻ്റെ ഇടയിൽ ഞാൻ 3 എന്ന് പറഞ്ഞ വാല്യൂ 0, 30-ൻ്റെ ഇടയിലില്ലേ, ഇൻ്റർവെൽ 0, 30-ൻ്റെ ഇടയിൽ 3 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ച്വലി എനിക്ക് 0, 2 പറഞ്ഞ ഇൻ്റർവെലിനകത്ത് ഒരു x0 കണ്ടുകൂടെ? ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ദർ എക്സിസ്റ്റ് ആൻ x0 സച്ച് ദാറ്റ് എഫ് ഓഫ് x0 = 3. എഫ് ഓഫ് x0 എന്ന് പറയുന്നത് x⁵ - x0 = 3. സോ അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം യൂസ് ചെയ്തു, റാൻഡമായിട്ട് 2 പോയിന്റ്സ് ചൂസ് ചെയ്തു, സച്ച് ദാറ്റ് 3 എന്ന് പറഞ്ഞ വാല്യൂ ഈ എഫ് ഓഫ് എ എഫ് ഓഫ് ബിൻ്റെ ഇടയിൽ ഉണ്ടാവണം. 0-ൻ്റെയും 30 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വാല്യൂ കിട്ടി, അതിൻ്റെ ഇടയിൽ ഈ 3 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവുന്ന തരത്തിൽ നമ്മൾ 2 വാല്യൂസ് ചൂസ് ചെയ്താണ് കേട്ടോ. അപ്പോൾ 0 < 3 < 30 ആണ്. സോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ എക്സിസ്റ്റ് ആൻ x0 ഇൻ 0, 2 സച്ച് ദാറ്റ് എഫ് ഓഫ് x0 = 3. അപ്പം x⁵ - x0 = 3 എന്ന് പറഞ്ഞിട്ടൊരു x0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആക്ച്വലി കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇതൊരു ആക്ച്വലി ഐട്രേറ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ആൻസറിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ x⁵ - x = 3 in 0, 2. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു ഈ 0, 2 എന്ന് പറഞ്ഞ ഇൻ്റർവെലിനകത്ത് ഈ x⁵ - x = 3 എന്ന് പറഞ്ഞ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു x0 എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നത്തെ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ചെയ്തു. അപ്പോൾ ഇനി ആ x0 ഉണ്ടല്ലോ, ഈ 0, 2-നകത്ത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ x0, അതിൻ്റെ വാല്യൂ ബൈസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ് ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പം ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പഠിച്ചില്ലേ, അത് തന്നെയാണ് നമ്മൾ ആക്ച്വലി അപ്ലൈ ചെയ്യാൻ പോണത്. സോ ഇതിനകത്തേക്ക് ഇങ്ങനെ റിപ്പീറ്റഡ്ലി വാല്യൂസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇൻ്റർവെലിനെ ഡിവൈഡ് ചെയ്ത് കുഞ്ഞ് ഇൻ്റർവെല്ലാക്കി മാറ്റിയിട്ട് അതിനകത്ത് ഈ റൂട്ടിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം x⁵ - x = 3 എന്ന് പറഞ്ഞ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള x0-നെ നമുക്ക് വേണ്ടേ അല്ലേ. സോ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് 0-ൻ്റെ വാല്യൂ 0 ആണെന്നുള്ളതും എഫ് ഓഫ് 2-ൻ്റെ വാല്യൂ 30 ആണെന്നുള്ളതും. ആൻഡ് ഈ 0-ൻ്റെയും 30-ൻ്റെയും ഇടയിലുള്ള വാല്യൂ ആണ് 3 എന്നുള്ളത് കൊണ്ട് എഫ് ഓഫ് x = 3 എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു x0
0-2 എന്ന് പറഞ്ഞ ഇൻ്റർവെലിന് അകത്തുണ്ട് എന്നുള്ള പോലെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇനി ഒന്നുകൂടി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ 0-2 എന്ന് പറഞ്ഞ ഇൻ്റർവെലിന് അകത്ത് ഈ വാല്യൂ ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ 0-2ൻ്റെ നടുക്കുള്ള വാല്യൂ 1നെ ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് f(1) ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാണ്. ഓക്കെ, f(1)ൻ്റെ വാല്യൂ ഇവിടെ 1⁵ - 1 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ f(1), f(2) എന്ന് പറഞ്ഞ ഇൻ്റർവെൽ എങ്ങനെയാണ് ഉണ്ടാവുക? f(1) എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ 0 എന്ന് കിട്ടി. ആൻഡ് f(2) എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു 30 ആണെന്നുള്ളത്. അപ്പോൾ വീണ്ടും 0-30 എന്ന് പറഞ്ഞ ഇൻ്റർവെലാണ്. ഇതിൻ്റെ ഇടയിൽ എന്തായാലും 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് f(x) = 3 എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ എവിടെ ഉണ്ടാവും എന്ന് പറയാം? 1-2 എന്ന് പറഞ്ഞ ഇൻ്റർവെലിനകത്ത് ഉണ്ടാവും എന്ന് പറയാം. അഗെയിൻ യൂസിങ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള f(1) <3> f(2) എന്നുള്ളത് അറിയാം. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് എ റൂട്ട് ഇൻ 1-2 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ. ഓക്കെ, ഇനിയിപ്പോൾ 1-2നെ നമ്മൾ ബൈസെക്റ്റ് ചെയ്യാണ്. നേരെ ഹാഫിൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. 1.5 അതായത് 1.5 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ, 1.52 എന്ന് പറഞ്ഞ രണ്ട് ഇൻ്റർവെൽ ചൂസ് ചെയ്തു. എന്നിട്ട് ഈ 1.5ൽ നമുക്ക് വാല്യൂ കാണാം. ഓക്കെ, ഈ f(x)ൻ്റെ വാല്യൂ കാണുകയാണ് യൂസിങ് കാൽക്കുലേറ്റർ. ജസ്റ്റ് x⁵ - x ചൂസിങ് x = 1.5 ഇവാലുവേറ്റ് ചെയ്യാണ്. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 6.09 എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ വരുന്നത്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 3 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദർ ഇസ് എ റൂട്ട് ഇൻ 1.5 എന്ന് പറഞ്ഞൂടെ. കാരണം ഇപ്പോൾ ഇവിടെ f(1)ൻ്റെ വാല്യൂ നമുക്ക് 0 ആണ്. ആൻഡ് f(1.5)ൻ്റെ വാല്യൂ 6.09 എന്ന് പറഞ്ഞ് കിട്ടി. അതായത് 0, 6.9 എന്ന് പറഞ്ഞ ഇൻ്റർവെലിനകത്ത് 3 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിപ്പോൾ നമ്മൾ എഴുതിയത് f(1)ഉം f(1.5) ആയിരുന്നു. അപ്പോൾ f(1)ൻ്റെയും f(1.5)ൻ്റെ ഇടയിൽ 3 ഉണ്ടെങ്കിൽ 1ൻ്റെയും 1.5ൻ്റെയും ഇടയിൽ ആരുണ്ടെന്ന് പറയാം? ദർ എക്സിസ്റ്റ് ആൻ x0 സച്ച് ദാറ്റ് f(x0) = 3 അല്ലേ. സോ 1.5 എന്ന് പറഞ്ഞ ഇൻ്റർവെലിലേക്ക് നമ്മൾ ഇൻ്റർവെലിനെ ഒന്നുകൂടി ചെറുതാക്കി. അപ്പോൾ ഇനി 1.52നെ നോക്കേണ്ട കാര്യമില്ല, അത് എന്തായാലും വരില്ല അല്ലേ. സോ 1.5 എന്ന് പറഞ്ഞ ചെറിയ ഇൻ്റർവെലിനകത്ത് എന്തായാലും ഈ ഫംഗ്ഷൻ്റെ റൂട്ട് ഉണ്ട്. അതായത് x0 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുമെന്ന് പറഞ്ഞ് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 1.5നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. ഇതിൻ്റെ ഹാഫ് എടുത്തു. അപ്പോൾ 1.25ൽ സ്പ്ലിറ്റായി. അപ്പോൾ ഇനി 1.25ലെ ഫംഗ്ഷൻ്റെ വാല്യൂ എടുക്കുകയാണ് കേട്ടോ. സോ 1.25 ഫംഗ്ഷൻ്റെ വാല്യൂ എടുക്കുമ്പോൾ 1.80 എന്നാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് 1.5ൽ വാല്യൂ കിട്ടിയത് 6.09 ആയിരുന്നു. 1.25ൽ വാല്യൂ കിട്ടുന്നത് 1.80 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെൽ ആക്ച്വലി എങ്ങനെയാണ് വരിക? ഇപ്പോൾ നമുക്കിത് ഇൻ്റർവെൽ സ്പ്ലിറ്റ് ആയത് 1.25 ആൻഡ് 1.25 1.5 എന്ന് പറഞ്ഞിട്ടൊരു രണ്ട് ഇൻ്റർവെല്ലായിട്ടാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് ഈ 1.25ൻ്റെ വാല്യൂ <3 എന്നാണ് വന്നത്. അതായത് 1.80 <3 6.09 എന്ന് പറഞ്ഞൂടെ. അല്ലാണ്ട് മറ്റേ ഇൻ്റർവെലിനകത്തല്ല വരിക. അതായത് ഇപ്പോൾ ഇവിടെ രണ്ട് ഇൻ്റർവെല്ലാണ് 1, 1.25 ആൻഡ് 1.25, 1.5. ഇതിൽ 1ൻ്റെ ഇമേജ് 0 ആയിരുന്നു ആൻഡ് 1.25ൻ്റെ ഇമേജ് 1.80 ആണ് കിട്ടുന്നത്. സോ f(1) ആൻഡ് f(1.25) ഇമേജ് എടുക്കുമ്പോൾ ഇതിനകത്ത് 3 എന്ന് പറഞ്ഞ പോയിന്റ് വരുമോ? വരില്ല അല്ലേ. അപ്പോൾ ഇനി അടുത്ത ഇൻ്റർവെല്ലിൽ നോക്കുമ്പോൾ ഇവിടെ 1.80 ആൻഡ് 6.09 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് f(a) f(b) വരുന്നത്. അതിനകത്താണ് ആക്ച്വലി 3 എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത്. സോ നമ്മുടെ റൂട്ട് കിടക്കുന്നത് 1.25 1.5 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിനകത്തായിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ബൈസെക്റ്റ് ചെയ്യുകയാണ് നമ്മൾ. ബൈസെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. എങ്ങനെയാണ് ഒരു ഇൻ്റർവെല്ലിനെ ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാം? AB എന്ന് പറഞ്ഞ ഒരു ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒത്ത നടുക്കുള്ള വാല്യൂ എന്തായിരിക്കും? a+b/2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം അല്ലേ. സോ നമുക്കിവിടെ കിട്ടുക ഇപ്പം നമുക്ക് കിട്ടിയ ഇൻ്റർവെൽ 1.25 1.5 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലാണ്. ഇനിയിപ്പോൾ അതിനെ നമ്മൾ ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 + 1.25 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പം 1.375 എന്ന് പറഞ്ഞ ഒരു പോയിന്റിലായിരിക്കും ഇത് സ്പ്ലിറ്റ് ആവുക. അതായത് നമുക്ക് രണ്ട് ഇൻ്റർവെൽ കിട്ടും. ഒന്ന് 1.25 തൊട്ട് 1.375 വരെ, പിന്നെ ഒന്ന് 1.375 തൊട്ട് 1.5 വരെ. ഇനി ഇതിനകത്ത് എവിടെയാണ് റൂട്ടുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ 1.375ൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കി. സോ 3.54 എന്ന് കിട്ടും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ ഇവിടെ എന്താ വരിക അവസ്ഥ? അപ്പോൾ നമുക്ക് രണ്ട് ഇൻ്റർവെൽ ഉണ്ട്. ഒന്ന് 1.25, 1.375 ആൻഡ്
1.375, എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇൻ്റർവെൽസാണ് ഉള്ളത്. ഇതിൽ 1.5ൻ്റെ വാല്യൂ നമുക്കറിയാം 6.09 ആണ്. ആൻഡ് 1.25ൻ്റെ വാല്യൂ നമുക്കറിയാം 1.80 ആണ്. ഇനി 1.375ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.54 എന്നാണ് കിട്ടിയത്. സോ 3.54 ഉണ്ട്, ഇവിടെയും 3.54 ഉണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ, 3.54 തൊട്ട് 6.09ൻ്റെ ഇടയിൽ 3 എന്ന് പറഞ്ഞ വാല്യൂ വരുമോ? അവിടെ അല്ല വരിക, അത് ഇവിടെയാണ് വരിക അല്ലേ. 1.80 തൊട്ട് 3.54 എന്ന് പറഞ്ഞ ഇൻ്റർവെലിനകത്താണ് ആര് വരിക? അതിനകത്താണ് 3 എന്ന് പറഞ്ഞ വാല്യൂ വരിക. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ബി ഇൻ്റർവെൽ വരുന്നത് 1.25 തൊട്ട് 1.375 വരെ ആയിരിക്കും. സോ നമുക്ക് അടുത്ത ഇൻ്റർവെൽ ഒന്നും കൂടി ചെറിയൊരു ഇൻ്റർവെൽ കിട്ടി. 1.25 ടു 1.375 എന്ന് പറഞ്ഞ ഇൻ്റർവെലിനകത്തായിരിക്കും ആക്ച്വലി ആരുണ്ടാവുക? നമ്മുടെ x0 എന്ന് പറഞ്ഞ റൂട്ട് ഉണ്ടാവുക. അപ്പോൾ ഇവർ 0.1 അക്യുറസിയിലാണ് പറയാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഇതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ കാണാൻ പറയുമ്പോൾ നമുക്ക് x0 = 1.3 എന്ന് പറഞ്ഞ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ 1.25 തൊട്ട് 1.375 വരെ 1.3 സംതിങ് എന്നുള്ള പോലെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. സോ അതിനെ 1.3യിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. ഇനി കൂടുതൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് അകത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. നമുക്ക് അത്രയ്ക്കൊന്നും ചെയ്തു പോകേണ്ട കാര്യമില്ല, ഇത്രയും നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. സോ അത് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇത്തരത്തിലാണ് നമ്മൾ ബൈസെക്ഷൻ മെത്തേഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിലെ. സപ്പോസ് ദാറ്റ് f is continuous on closed interval 0, 3 and f has no roots on the interval and f of 0 is equal to 1 എന്ന് തന്നിട്ടുണ്ട്. Prove that f of x greater than 0 for all x in closed interval 0, 3. ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ സെക്കൻഡ് വേർഷൻ ഒന്ന് നോക്കുകയാണ്. അതിലെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, which is continuous on closed AB. Sorry for that. And f of x not equal to c for all x in AB എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ f of a ലെസ് ദാൻ c ആയാൽ f of b യും ലെസ് ദാൻ c ആയിരിക്കും. ആൻഡ് f of a ഗ്രേറ്റർ ദാൻ c ആയാൽ f of b യും ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകണം കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി നോക്കാം. സപ്പോസ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 3. അപ്പോൾ നമുക്കിവിടെ എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെൽ തന്നിട്ടുള്ളത് ക്ലോസ്ഡ് 0, 3നെയാണ്. എഫ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എഫ് ഹാസ് നോ റൂട്ട്സ് ഓൺ ദി ഇൻ്റർവെൽ എന്ന് തന്നിട്ടുണ്ട്. അതായത് 0, 3 പറഞ്ഞ ഇൻ്റർവെല്ലിൽ എഫിന് ഒരു റൂട്ട് പോലും ഇല്ല എന്ന് തന്നിട്ടുണ്ട്. എഫിന് റൂട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഒരിക്കലും ഇവിടെ 0 ആകുന്നില്ല എന്നല്ലേ അർത്ഥം. റൂട്ട് ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വാല്യൂ കൊടുത്താലാണോ ഈ ഫംഗ്ഷൻ 0 വാല്യൂ എടുക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ റൂട്ട് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയാം. അപ്പോൾ റൂട്ട്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈ ഒരു ഇൻ്റർവെല്ലിൽ ഒരിക്കലും 0 ആവുന്നില്ല എന്നുള്ളത് പറയാം. ഫോർ ഓൾ എക്സ് ഇൻ 0, 3 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ. അപ്പോൾ 0, 3 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഒരിക്കലും എഫ് ഓഫ് എക്സ് 0 ആവുന്നില്ല. സോ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം സെക്കൻഡ് വേർഷനിൽ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? നമ്മൾ സെക്കൻഡ് വേർഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സി എന്ന് പറഞ്ഞ ഒരു എഫ് ഓഫ് എക്സ് ഒരിക്കലും സി ആവുന്നില്ല എന്നുള്ള തരത്തിൽ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ ലെസ് ദാൻ സി ആയാൽ എഫ് ഓഫ് ബിയും ലെസ് ദാൻ സി ആവും. എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ആയാൽ എഫ് ഓഫ് ബിയും ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും എന്നുള്ള പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എഫ് ഓഫ് എക്സ് ഒരിക്കലും സി ആവുന്നില്ല എന്നുള്ള കണ്ടീഷനിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് ഒരിക്കലും 0 ആവുന്നില്ല എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഒരിക്കലും 0 ആവുന്നില്ല എന്നുള്ളത് നമുക്ക് കണ്ടീഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് 0, 1 ആണ് എന്നുള്ളത്. അതായത് ഇനീഷ്യൽ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് എ നമ്മൾ ഇങ്ങനൊരു എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ആവുന്ന കണ്ടീഷനിൽ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് ബിയും എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ആയാൽ എഫ് ഓഫ് ബിയും ഗ്രേറ്റർ ദാൻ സി ആയിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് എഫ് ഓഫ് 0, 1 എന്ന് കിട്ടി, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ബിയും, ഇവിടെ ബി എന്ന് പറയുന്നത് റൈറ്റ് എൻഡ് പോയിന്റ് ഓഫ് ദി ഇൻ്റർവെൽ ആണ്. ബി എന്ന് പറയുന്നത് എഫ് ഓഫ് 3 വരും. എഫ് ഓഫ് 3യും എന്ത് പറയാം? എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എഫ് ഓഫ് 3യും ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നുള്ളത് പറയാം. ബിക്കോസ് ഈ ഒരു എന്താ പറയുക ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ സെക്കൻഡ് വേർഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എഫ് ഓഫ് 3യും ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 0, 3 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 1 വരുന്നുണ്ട്. ആൻഡ് എഫ് ഓഫ് 3യും ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇത് ഇങ്ങനെ പോയി മാപ്പ് ചെയ്യില്ലേ, എവിടെയും ബ്രേക്ക് ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മാപ്പിംഗ് കിട്ടും. അങ്ങനെ ഒരു മാപ്പിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ ക്ലോസ്ഡ് 0, 3യിൽ
എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞൂടെ. സോ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ഇൻ 0, 3 എന്നുള്ളത് നമുക്ക് ഇതിനകത്തുനിന്ന് പറയാൻ പറ്റും. സോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം സെക്കൻഡ് വേർഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത്. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പം എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 ആവും എന്നുള്ള കണ്ടീഷനായിരുന്നു. ഇവിടെ നമുക്ക് സി എന്ന് പറയുന്നത് 0 ആണ്. സോ എഫ് ഓഫ് എ എന്ന് പറയുന്നത് 0യും ബി എന്ന് പറയുന്നത് 3യും ആണ്. സോ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 1 ആണ്, ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ബിയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ എഫ് ഓഫ് 3യും ഗ്രേറ്റർ ദാൻ 0 ആയി. സോ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കംപ്ലീറ്റ് ഗ്രേറ്റർ ദാൻ 0യിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. സോ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ഇൻ 0, 3 എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ എക്സസൈസ് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.